നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കഥാപാത്രത്തിനായി നടൻ ശാരീരികമായി മാറ്റം വരുത്തിയാൽ അതിലേക്ക് ആരാധകരുടെയും മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധ പതിയുക സ്വാഭാവികമാണ്. എന്നാൽ കഥാപാത്രത്തിന് വേണ്ടി നടത്തിയ ശാരീരികമായ ഒരുക്കങ്ങൾ കേവലം ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ബെന്യാമിന്റെ ആടുജീവിതം എന്നൊരു കഥ വായിക്കാത്തവർ ആരുമുണ്ടാവില്ല. ആടുമേയ്ക്കുന്ന ജോലിക്കായി സൗദി അറേബ്യയിലെത്തി അവിടുത്തെ മരുഭൂമിയിൽ ഒറ്റുവിട്ടു പോകുന്ന നജീബ് എന്ന മലയാളിയുടെ അതിജീവനത്തെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ നോവലാണ് സിനിമയുടെ പ്രമേയം. അതിലെ കഥാപാത്രം നജീബ് വർഷങ്ങളോളം പുറംലോകവുമായി യാതൊരു ബന്ധമില്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ജീവിച്ചു തീർത്ത ജീവിതം. അതാണ് യഥാർത്ഥ ആടുജീവിതം. പൃഥ്വിരാജ് എന്നൊരു നടൻ ആടുജീവിതത്തിലെ നടനാകാൻ ഒരുപാട് പാടുപെട്ടു. ഏതായാലും സിനിമ ഇറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് യഥാർത്ഥ നജീബിനെ തേടി മറ്റൊരു ദുഃഖവാർത്ത എത്തുന്നത്. ആറാട്ടുപുഴ സ്വദേശി നജീബ് അനുഭവിച്ച ദുരിത ജീവിതം ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതിനിടയിലാണ് നജീബിന്റെ ജീവിതത്തിൽ നിന്ന് വീണ്ടും ഒരു ദുഃഖം നിറച്ച് കൊച്ചുമകളുടെ മരണ വാർത്ത എത്തുന്നത്. ഇന്നലെ വൈകിട്ടാണ് ആറാട്ടുപുഴ പത്തിശ്ശേരിയിൽ തറയിൽ നജീബിന്റെ മകൻ സഫീറിന്റെയും മുബീനയുടെയും 1.5 വയസ്സുള്ള മകൾ സഫ മറിയം മരിച്ചത്. ജന്മന രോഗബാധിതയായ ഈ ഒരു കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഖബറടക്കം ഇന്ന് ആറാട്ടുപുഴ പടിഞ്ഞാറ് ജമായത്ത് പള്ളിയിൽ നടക്കും. ബഹ്റൈനിൽ പ്രവാസിയായിരുന്ന കാലത്ത് ബെന്യാമിൻ നജീബിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് 2008 നോവലായി പ്രസിദ്ധീകരിച്ചത്. ഒട്ടേറെ എഡിഷനുകൾ പിന്നിട്ട ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ആടുജീവിതം നോവൽ മലയാളി വായനക്കാരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇംഗ്ലീഷിലടക്കം ഒട്ടേറെ ഭാഷകളിൽ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പുസ്തകം പിന്നീട് ഗൾഫിൽ നിരോധിക്കപ്പെടുകയും ചെയ്തു. കാരണം നജീബിനെ വിമാനത്താവളത്തിൽ നിന്ന് അറബി കൂട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ തള്ളുന്നതും തുടർന്ന് ഭക്ഷണം പോലും കൃത്യമായി നൽകാതെ മാനസികമായും ശാരീരികമായും പീഡനങ്ങൾക്ക് ഇടയാകുന്നതുമാണ് കഥ. ഈ വിവരണങ്ങളാണ് നോവൽ ഗൾഫിൽ നിരോധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പുസ്തകം ലഭ്യമാകാറുണ്ട്. ഇതിന് പിന്നാലെ ആടുജീവിതം സിനിമയാകുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ സിനിമ ഗൾഫിൽ പ്രദർശിപ്പിക്കുമോ അനുമതി ലഭിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ആരാധകർ ഉയർത്തിയിരുന്നു. കോവിഡ് അടക്കം നിരവധി ക്ലേശങ്ങൾ മറികടന്നാണ് ചിത്രം ജോർദാനിൽ ചിത്രീകരിച്ചത്. സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ UAE സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ചിത്രം UAEയിൽ റിലീസാകുമെന്ന റിപ്പോർട്ട് വന്നതോടെ പൃഥ്വിരാജ് ആരാധകരുടെയും ആടുജീവിതത്തിന്റെയും വായനക്കാരും സന്തോഷിച്ചിരുന്നു. അതേസമയം സൗദി അടക്കമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രേക്ഷകർ നിരാശപ്പെടേണ്ടി വരുമെന്നാണ് സൂചന. നിരവധി അറബ് കലാകാരന്മാർ സിനിമയിൽ പ്രവർത്തിക്കുന്നതിന് ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നാണ് സംവിധായകൻ ബ്ലസ്സിയുടെ പ്രതീക്ഷ. ഫാസ്റ്റ് ഫിലിംസ് ആണ് UAEയിൽ ചിത്രം റിലീസ് ചെയ്യുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും പ്രദർശനമുണ്ട്. ടിക്കറ്റ് പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. അതേസമയം റമദാൻ മാസമായതിനാൽ പെരുന്നാൾ വരെ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരുടെ ഒഴുക്കുണ്ടാകുമോ എന്ന കാര്യത്തിലും അണിയറക്കാർക്ക് ആശങ്കയുണ്ടാകും.